ഈ ഒരു ട്രിപ്പിനെ പറ്റി നിങ്ങളൊരു അഭിപ്രായം എന്താണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റുമോ? ഓക്കെ, അടിപൊളിയായിട്ടുള്ള ട്രിപ്പായിരുന്നു. എന്തായാലും കുറെ ഫാമിലീസിനെ കൂടുതലായി പരിചയപ്പെടാൻ പറ്റി. വളരെ ഹാപ്പിയായി. പിന്നെന്താ, ഈ പ്രവാസ ലോകത്ത് കുവൈറ്റ് പോലെ നമ്മുടെ പ്രവാസ ലോകത്ത് മലയാളികള് എല്ലാവരും നമ്മളെ റൂമെല്ലാം വിട്ട് വന്നിട്ട് പുതിയ സ്ഥലം വന്നപ്പോ നമ്മൾ ഹാപ്പിയായി. അതെ അതെ, നാട്ടിൽ കുറെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളല്ലേ. അപ്പൊ നമ്മൾ സൺഡേ പുതിയൊരു ജോബിന് പോകാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി തീർച്ചയായിട്ടും എനർജി. അതെ, പാർവതിക്ക് എന്താണ് അഭിപ്രായം? സൂപ്പർ, നല്ലതായിരുന്നു, അടിപൊളി. ഒത്തിരി എൻജോയ് ചെയ്തു നമ്മള്. അടിപൊളി റിലാക്സേഷൻ തന്നെയായിരുന്നു. ഈ ജോലി ഭാരത്ത് നമുക്ക് എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് തകർത്ത്. ഇന്നലെ മഴയായിരുന്നു, പക്ഷെ ഇന്ന് അടിപൊളി ക്ലൈമറ്റ്. ഞങ്ങളെല്ലാവരും പരിചയപ്പെടാൻ പറ്റി. അത് തന്നെ ഒരു ഇതല്ലേ, നന്നായിട്ട് എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ ഇന്നത്തെ ഒരു യാത്രേനെയും ഈ ഒരു ടൂറിനെയും പറ്റി എന്താണ് ഒരു അഭിപ്രായം? അടിപൊളിയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ മഴേൻ്റെയും പ്രശ്നങ്ങളും എല്ലാം മാറിയിരിക്കുകയാണ്. അടിപൊളി ക്ലൈമറ്റ് കേട്ടോ, നല്ലൊരു വെതർ, ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഊട്ടി പോയ പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ എല്ലാ വിധ കോർഡിനേറ്ററായ മിസ്റ്റർ സിബി അറക്കലാണ് ഞങ്ങളെ കൂടെ ഉള്ളത്. ആളാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ ഞങ്ങളത് അല്ലങ്കിളുണ്ട്. മൂടല്ല, വീഡിയോ. ഇത് ഈ റൂമിന്റെ പുറത്തുള്ള ഒരു സ്ഥലമാണ്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാത്രം കളിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള അടിപൊളി സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ചെറിയ സ്ലൈഡും റൈഡും കാര്യങ്ങളെല്ലാം ഉള്ള നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഉള്ളിൽ വേറെ സ്വിമ്മിംഗ് പൂളുണ്ട്, അവിടെ ഹോട്ട് വാട്ടർ ഉണ്ടാവും. ഇതിൽ ഹോട്ട് വാട്ടർ ഇല്ല, അതുകൊണ്ട് ഇതിൽ ആരും ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ എല്ലാ ദിവസവും ഈ ഡ്യൂട്ടിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നൈസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് വലിയ അധികം എമൗണ്ടൊന്നും ആകത്തില്ല. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ 10-25 ഫാമിലി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ചെറിയ എമൗണ്ട് ആയിട്ടുള്ളൂ. അതോ ശരിക്കും ഇങ്ങനെ മാനസിക സംഘർഷങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഒക്കെ പോവുക, എങ്ങോട്ടെങ്കിലൊക്കെ പോവുക, അടിച്ചു പൊളിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ പോകുന്നല്ല, അങ്ങനെ നല്ല നമ്മൾ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡ്യൂട്ടിക്കും പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ സത്യം പറയുകയാണെങ്കിൽ. ഗൈസ്, ഇന്നലെ നമ്മൾ കണ്ടത് ആ പ്ലേസ് ആണിത്. ഇന്നലെ നമ്മൾ ഫാം ചെയ്ത സ്ഥലമാണിത്. എല്ലാം കൂടി മറ്റേ കളരിപ്പറമ്പോ അങ്ങനെന്തോ പറയാറില്ലേ, അതുപോലത്തെ ഒരു ഏരിയ പോലെ മെയിൻ പരിപാടിയായിരുന്നു കേട്ടോ. സമയം രാവിലെ ആയപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഫുള്ള് റിഫ്രഷ്മെൻറ്റിലായിരിക്കുകയാണ്. ഫുള്ള് അടിപൊളിയാണ്. ഈ ഒരു പ്ലേ ഏരിയയിൽ മൊത്തമായിട്ട് ആൾക്കാർ ഇതാ വൻ പരിപാടി സൈഡാണ് അതുകൊണ്ട് കേട്ടോ. എടി, നിന്നെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. എന്ത് പറയുന്നു? അതെ, നേരെ പറഞ്ഞതിന് ശേഷം കുട്ടികളൊന്നും കാണാൻ തന്നെ പറ്റിയിട്ടില്ല. കാരണം വെച്ചിട്ടില്ല, അവർ ഓരോരോ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടല്ലേ, ഓരോ ആൾക്കാർ ഓരോ സൈഡിലിരുന്ന് ഇങ്ങോട്ട് ഫോട്ടോ. സിബി ചേട്ടൻ ഇതാ ഒന്നുകൂടി കളറാക്കാൻ വേണ്ടി ഇങ്ങോട്ട് സ്പീക്കർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് പരിപാടി മൊത്തം. നീലകണ്ഠന്റെ കഴിവുകേടായി തോന്നരുത്. നമ്മുടെ ഒരു സെൽഫി എടുത്ത് നോക്കിയാൽ ആരത്? ഗൈസ്, ഇത് ഈ സാധനം പൊളിക്കാൻ വേണ്ടി വലിയൊരു മത്സരം.
ഏ എടാ അതൊക്കെ മുറിഞ്ഞിട്ട് അതിന് പൈസ കൊണ്ടിട്ടാ സുണ്ടാപ്പിയേ അതെ ഫസ്റ്റ് ജീവ ചങ്ക് നിങ്ങൾ ക്യൂ നിക്കടി കിട്ടും എങ്ങനെ കിട്ടും ക്യൂ എങ്ങനെ കിട്ടും കിട്ടിയാ നോടെ എങ്ക പൈക്കടി ഒക്കെ കിട്ടും വളരെ വ്യത്യസ്തമായ ഒരു ടാസ്കുമായി എൻ്റെ പപ്പടം പൊട്ടാണ്ട് പോകുന്ന ഒരാളാണ് കാണുന്നത്. മുഖം അവിടെ ഇവിടെ ഇല്ലയോ ഇവിടെ അല്ലേ ഒരു ലോഡ് ബിരിയാണി ഇങ്ങോട്ട് നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ടീം വരുന്നുണ്ട്. ഒരു ലോഡ് ബിരിയാണി പറയാം.